എൻ്റെ പേര് ബേസിൽ എന്നാണ്. ഞാൻ തൃശ്ശൂർ വടക്കാഞ്ചേരി എന്ന സ്വദേശിയാണ്. കഴിഞ്ഞ ഒരു 10-15 വർഷത്തോളമായി തിരുവല്ലയിൽ പാർക്കുന്നു. 12 വർഷമായി മിഷൻസ് ഇന്ത്യ എന്ന ആത്മീക പ്രസ്ഥാനത്തിൽ കർത്താവിൻ്റെ വേലയുടെ ഭാഗമായിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ മുമ്പിലെ സമയം തികയില്ല. അതുകൊണ്ട് എന്നെക്കുറിച്ച് ഞാൻ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പറയാം. അതുകൊണ്ട് നമുക്ക് നേരെ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2-3 വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ. ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട് 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി അങ്ങയുടെ വചനം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടട്ടെ. അത് പറയാനുള്ള ശുദ്ധി അടിയൻ്റെ അധരത്തിന് തരണേ, ഹൃദയത്തിന് തരണേ. ഏകാഗ്രതയുള്ള മനസ്സ് ഞങ്ങൾക്ക് ഈ ഹോളിൻ്റെ നടുവിൽ സ്വർഗം തരണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ നാമം ഞങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ഉയർന്നു നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാണ് എന്നാണ് ഇന്ന് രാത്രി കമ്പി വാചകങ്ങളിൽ നിങ്ങളുടെ നടുവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം. ആരാണ് യേശു ക്രിസ്തു എന്ന് വെച്ചാൽ 2024 വർഷമായിട്ട് ചരിത്രത്തിന് മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു പേരാണ് നസറായനായ യേശു എന്ന നാമം. സ്തോത്രം. ശ്രദ്ധിക്കണേ, മതം എടുക്കാൻ പോയാൽ, തത്വജ്ഞാനം എടുക്കാൻ പോയാൽ അതിൻ്റെ എല്ലാം നടുവിൽ നിറവോടെ നിൽക്കുന്ന ഒരുവൻ്റെ പേരാണ് യേശു ക്രിസ്തു എന്നുള്ളത്. ഹല്ലേലൂയ. ഇങ്ങനെ ഈ പേര് നിറഞ്ഞു നിൽക്കാനുള്ള കാരണം എന്താ? ഇവൻ ഒരു യുദ്ധം ചെയ്തിട്ടില്ല. ഇവൻ ആയിരക്കണക്കിന് അല്ലെങ്കിൽ പല തരത്തിലുള്ള PhDകൾ നേടിയിട്ടില്ല. ഇവൻ പുസ്തകം എഴുതിയിട്ടില്ല. ഇവൻ പാട്ടെഴുതിയിട്ടില്ല. എന്ന് വെച്ചാൽ പ്രശസ്തരാകുന്നവർ ചെയ്യേണ്ട ഒരു പണിയും ഈ യേശു കർത്താവ് ചെയ്തിട്ടില്ല. ഇവൻ ധനം സമ്പാദിച്ചിട്ടില്ല. ഇവൻ വ്യാപാരം ബിസിനസ് നടത്തിയിട്ടില്ല. ഇവൻ ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ പറയാൻ പോയാൽ ഇന്ന് ലോകത്തിൽ ആരുടെയെങ്കിലും പേര് പ്രശസ്തമാണെങ്കിൽ അവർ പ്രശസ്തരാകാൻ ചെയ്തതൊന്നും യേശു ചെയ്തിട്ടില്ല. എന്നിട്ടും അവൻ്റെ നാമം ഇന്നും ഈ ഭൂമിയിൽ ഉയർന്നിരിക്കുന്ന നാമമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാനിങ്ങനെ ധ്യാനിച്ചു പോയപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചു, അവൻ പുസ്തകം എഴുതിയിട്ടില്ലെങ്കിലും അവനെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ ലൈബ്രറികൾക്കകത്ത് തികയത്തില്ല. അവൻ പാട്ടെഴുതിയിട്ടില്ലെങ്കിലും അവൻ്റെ നാമത്തെക്കുറിച്ച് പാടാത്ത ഭാഷകളില്ല. ഹല്ലേലൂയ. അവൻ PhD നേടിയിട്ടില്ലെങ്കിലും കണ്ടവരും കേട്ടവരും അവനെ വിളിച്ചത് ഗുരു എന്നായിരുന്നു. ഏത് രോഗി ചെന്നാലും അവൻ്റെ കയ്യിൽ മരുന്നുണ്ടായിരുന്നു. ഒരത്ഭുതമാണ് യേശുവിൻ്റെ നാമം. അതുകൊണ്ട് പലർക്കും ഒരു സംശയം, ആരാണിവൻ? നാട്ടുകാർക്ക് മാത്രമല്ല, 3-3.5 വർഷം കൂടെ നടന്നവർക്കും ഈ സംശയം ഉണ്ടായിരുന്നു. അതൊന്ന് വിശദീകരിക്കാൻ. ചിലപ്പോൾ അവർക്ക് തോന്നി അവരെ പോലെ ഒരുത്തനാണ് യേശുവെന്ന്. അങ്ങനെ തോന്നിയതിന് കാരണമുണ്ട്. പടകിൻ്റെ അമരത്ത് തലവെച്ച് കിടക്കുന്ന യേശു കർത്താവിനെ കണ്ടപ്പോൾ ഈ ശിഷ്യന്മാർ പറഞ്ഞു, ഇത് ക്രിസ്തു ആകില്ല, ഇത് മശിഹയാകില്ല. അതെന്താ കാര്യം? സങ്കീർത്തനക്കാരൻ പറയുക, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഇവൻ ക്രിസ്തുവായിരുന്നെങ്കിൽ ഉറങ്ങയില്ലായിരുന്നു. അപ്പോൾ ഇവൻ നമ്മെ പോലെ ഒരുത്തൻ. ഈ സംശയം അകത്തുദിച്ചു നിൽക്കുമ്പോൾ അറുന്ന ആഴിയുടെ നടുവിൽ ആഞ്ഞടിച്ച കാറ്റിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഒരു കുഞ്ഞിനോട് സംസാരിക്കുന്നത് പോലെ കടലിനെ ശാന്തമാക്കുന്ന, കാറ്റിനെ അമർത്തുന്ന യേശുവിനെ കണ്ടപ്പോൾ അവർ അറിയാതെ ചോദിച്ചു, കാറ്റും കടലും കൂടെ അനുസരിക്കുന്നല്ലോ, ആരാകുന്നു ഇവനെന്ന്. ഹല്ലേലൂയ. കൂടെ നടന്നവർക്ക് ഈ സംശയമുണ്ടായിരുന്നു. തീരുന്നില്ല. തന്നെ സ്നേഹിച്ച ഒരു കുടുംബത്തിൻ്റെ വിലാപത്തിൻ്റെ നടുവിൽ
ചെന്ന് നിന്ന് കണ്ണുനീരൊഴുക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഇവൻ നമ്മെ പോലെ ഒരുത്തൻ. അല്പസമയം കഴിഞ്ഞപ്പോൾ റൂമാലുകളാൽ ചുറ്റപ്പെട്ടവൻ, മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചവൻ ജീവനോടെ പുറത്തു വന്നപ്പോൾ അവർ അറിയാതെ പറഞ്ഞു ഇവൻ മരണത്തിന്റെ മേൽ അധികാരമുള്ള ദൈവമാകുന്നുവെന്ന്. ഇതിങ്ങനെ ഷിഫ്റ്റ് മാറി മാറി സംഭവിക്കുന്നത് കാണാം. ചിലപ്പോൾ തോന്നി ഇവൻ മനുഷ്യനാണെന്ന്, ചിലപ്പോൾ തോന്നി ഇവൻ ദൈവമാകുന്നെന്ന്. അപ്പോഴും അവരുടെ അകത്ത് നിറഞ്ഞു നിന്നൊരു ചിന്ത, ആരാണിവൻ? ഇന്ന് രാത്രി ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാ. ആരാണ് ക്രിസ്തു? അത് മനസ്സിലാകണമെങ്കിൽ റോമാലേഖനത്തിലേക്ക് 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടിയിൽ. അപ്പോൾ അവിടെ നിൽക്കട്ടെ, ഇന്ന് ലോകത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കണം, ദൈവത്തിൻ്റെ 2 ഗുണം പറയാൻ പറഞ്ഞാൽ. മനുഷ്യൻ ലോകത്തിൽ ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനാണെങ്കിൽ പറയും, 1, മേളിൽ ഇരിക്കുന്നവനെല്ലാം അറിയാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ഇവൻ അറിയാതെ പറയും മേളിൽ ഇരിക്കുന്നവന് എല്ലാം അറിയാം. എല്ലാം അറിയുന്നവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 പറയും, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയാൻ ശക്തിയുള്ള ദൈവമാണെന്ന്. സ്തോത്രം. ഞാൻ വന്ന സ്ഥലം വ്യത്യസ്തമാർന്ന മതങ്ങളെ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. എൻ്റെ ദേശത്തിൻ്റെ അകത്ത് ഒത്തിരി ആഘോഷങ്ങളുണ്ട്, ഒത്തിരി ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു അച്ചായൻ എന്ന് വെച്ചാൽ ഒരു അങ്കിള് മരിച്ചുപോയി. തൻ്റെ ഭാര്യയോട് പറയുക, അടി വേഗം വാ, നമ്മൾ വിളിക്കുന്ന ആ ദേവസങ്കല്പമുണ്ടല്ലോ, നമ്മൾ വിളിച്ചാൽ എന്തും ചെയ്തു തരാൻ കഴിവുള്ള ദേവസങ്കല്പമാണ്. എന്താ അതിൻ്റെ അർത്ഥം? ലോകത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യനും പറയും, 1, ദൈവത്തിന് സകലതും അറിയാം, 2, ദൈവത്തിന് സകലതും ചെയ്യാൻ കഴിയും. അതാണ് ദൈവമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയും അവൻ്റെ പേരാണ് നസറായനായ യേശു. എന്താ നമ്മൾ വായിച്ചു കേട്ടത്? നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഇനി 2 നാൾ കഴിഞ്ഞിട്ട് പെസഹയാകുന്നു, അന്ന് മനുഷ്യപുത്രൻ മരിക്കും. ആ ഭാഗത്ത് നിന്നുകൊണ്ട് യേശു കർത്താവിൻ്റെ 2 ഗുണങ്ങളെ വർണ്ണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, എൻ്റെ യേശു എല്ലാം അറിയുന്നവനാണ്. സ്തോത്രം, സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എൻ്റെ കൂടെ ഓടിപ്പോരണം. ഞാനിങ്ങനെ ഓടുന്നതിനൊരു കാരണമുണ്ട്. 8:25 കൊണ്ട് ചവിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ബ്രേക്ക് ഇല്ലാതെ പോയെങ്കിൽ അവസാനിപ്പിക്കാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ കൂടെ ശ്രദ്ധിച്ചു പോന്നോണം. 1-ാമത്തെ പ്രത്യേകത, എൻ്റെ യേശു ആരാണെന്ന് ചോദിച്ചാൽ, എൻ്റെ കർത്താവ് സകലതും അറിയുന്നവനാണ്. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അവൻ സകലതും അറിയുന്നവൻ. അങ്ങനെ പറയാൻ എന്താ കാര്യം? ഈ കർത്താവ് ഇവിടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം. 2 നാൾ കഴിഞ്ഞാൽ പെസഹയാണ്, അന്ന് മനുഷ്യപുത്രൻ മരിക്കും എന്ന് വെച്ചാൽ 2 നാൾ കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എൻ്റെ കർത്താവിന് നല്ല വ്യക്തത ഉണ്ടായിരുന്നു. വിശദീകരണത്തിലേക്ക് വരാം. നാളുകളെ അറിയുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? അല്ല, എന്തിനാ ഈ നാളേക്ക് നീട്ടിപ്പിടിക്കുന്നത്? 8:30 കഴിഞ്ഞാൽ എന്ത് നടക്കുമെന്ന് അറിവുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അടുത്ത നിമിഷത്തെ ഗ്രഹിക്കാവുന്ന ഏതെങ്കിലും മനുഷ്യൻ നമ്മുടെ നടുവിലുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന 3 ഗവൺമെൻറ് ഡോക്ടേഴ്സ് അങ്ങ് നേപ്പാളിൽ പോയി അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന് ഞാൻ കേട്ടു. എന്നാന്നറിയാമോ? അവർ ചെന്ന സമയത്ത് ഭൂകമ്പമുണ്ടായത് അവർക്കത് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അവർ നേപ്പാളിൽ നടക്കാൻ ആ യാത്രയ്ക്ക് മുതിരില്ലായിരുന്നു. മരിച്ചുപോയ ബിഷപ്പ് KP യോഹന്നാൻ എല്ലാ ദിവസവും ക്യാമ്പസിൻ്റെ അകത്ത് നടക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരേ ഒരു പ്രാവശ്യം നടക്കാൻ പുറത്തിറങ്ങിയത്. ആ നടപ്പിൽ അദ്ദേഹം മേളിലേക്ക് പോയി. നമ്മളിത് വായിച്ചു കേട്ട വാർത്തയാണ് കേട്ടോ. അങ്ങനെ ഒരു അപകടം ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു നടപ്പൊരു പക്ഷെ ക്യാൻസൽ ചെയ്തേന്. അർത്ഥം മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത പടികളെ കുറിച്ച് അറിവുള്ള ഒരു മനുഷ്യനും ഭൂമിയിൽ ശേഷിക്കുന്നില്ല. ഹല്ലേലൂയ. എനിക്കത് വചനത്തിലൂടെ വിശദീകരിക്കണം. വെറുതെ പറഞ്ഞു പോയാൽ പോരല്ലോ. യൂദാ ഇസ്കരിയോത്താവ് തമ്പുരാന് ഒറ്റിക്കൊടുക്കുമ്പോൾ കയ്യിൽ മേടിച്ചത് 30 വെള്ളിക്കാശാണ്. 30 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ 1 മാസത്തെ സാലറി എന്ന് അതിൻ്റെ അർത്ഥം.
ഒരു മനുഷ്യൻ ഒരു ദിവസം പ്രവർത്തിച്ചാൽ കിട്ടുന്നത് 1 വെള്ളിക്കാശ്. അപ്പോൾ 30 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ സാലറി. ഇത് കയ്യിൽ മേടിച്ചപ്പോൾ പുള്ളി കടം വീട്ടണ കാര്യം നടത്തണ കാര്യം എന്തൊക്കെ പദ്ധതിയിട്ട് കാണും. എന്നാൽ യൂദേ, നീ മേടിച്ച 30 വെള്ളിക്കാശ് അരത്തുണ്ടം കയറ് മേടിക്കാൻ നിന്നെ സഹായിക്കില്ല എന്നൊരറിവ് യൂദയ്ക്കുണ്ടായിരുന്നെങ്കിൽ ആ വെള്ളിപ്പണം മേടിക്കാതെ തമ്പുരാന്റെ കാലിൻ്റെ ചുവട്ടിൽ കെട്ടിപ്പിടിച്ച് കിടന്നേനെ യൂദാ ഇസ്കരിയോത്താവ്. കാര്യം യൂദയ്ക്കറിയില്ലായിരുന്നു ഈ 30 വെള്ളിക്കാശ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്. തീരുന്നില്ല. സ്തോത്രം. ഈ വേദപുസ്തകത്തിൽ ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വളരെ പ്രശസ്തമാണ്. യെശയ്യാവ് കയറി ചെന്നു പറഞ്ഞു, ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകും. ഇത് കേട്ടാൽ ആരെങ്കിലും ആമേൻ പറയുമോ? നല്ലത് പറഞ്ഞിട്ട് ആമേൻ പറയുന്നില്ല, പിന്നെ ചത്തുപോകുന്നു കേട്ട ആമേൻ പറയാതിരിക്കുന്നത്. ഇത് കേട്ട വഴി ആമേൻ പറയുന്നതിന് പകരം നേരെ ഭിത്തിപ്പുറത്തേക്ക് തിരിഞ്ഞ ഒരൊറ്റ നെഞ്ചത്തടിയാണ്. ലേലുയ്യ. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണേന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് മനസ്സിൽ ചിന്തിച്ചോണ്ടാണ് ഈ പറയുന്നത്. എന്നറിയാമോ, അവൻ്റെ കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ അവൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടക്കുക. വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് ഞങ്ങളും പങ്കെടുത്തു. സെമിനാരി വിദ്യാർത്ഥികളാണ് ഞങ്ങളെല്ലാം. പങ്കെടുത്ത് കഴിഞ്ഞേച്ച് അവസാനത്തെ ഒരു ചൊല്ലുണ്ടല്ലോ, എല്ലാവർക്കും അറിയാം, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണേ. ഉടനെ പുള്ളി എൻ്റെ ചെവി പറയുക, ആമേൻ കർത്താവായ യേശുവേ എൻ്റെ കല്യാണത്തിന് ശേഷം വരണമെന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാ നമ്മളിൽ മിക്ക പുള്ളികളും. അതുകൊണ്ട് മരിച്ചു പോകും എന്ന് കേട്ടപ്പോൾ ഉടനെ ഭിത്തിപ്പുറത്തേക്ക് തിരിഞ്ഞൊരൊറ്റ കരച്ചില, എൻ്റെ പൊന്നു കർത്താവേ ഞാൻ എത്ര നല്ലവനാന്ന് നീ ഓർക്കേണമേ എന്ന് പറഞ്ഞലറിക്കരഞ്ഞു. കരച്ചിൽ കഴിഞ്ഞപ്പോൾ ദൂത് പറഞ്ഞവൻ സ്റ്റെപ്പിനോളം പുറത്ത് ചെന്നവൻ അതുപോലെ തിരിച്ചു ചെന്നു പറഞ്ഞു, നിനക്ക് 15 വർഷം തമ്പുരാൻ നീട്ടിത്തന്നു. ഇത് കേൾക്കുമ്പോൾ ആമേൻ പറയും. പക്ഷെ ഹിസ്കിയാവിന് ആ 15 വർഷത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നെങ്കിൽ ആ ആമേൻ പറയാതെ മരിപ്പാൻ ഒരുങ്ങിയേനെ. എന്താ കാര്യം? ഈ 15 വർഷത്തിടയിലാ ഒരുവൻ ജനിച്ചത്. അവൻ്റെ പേര് മനശ്ശെ എന്നാണ്. എന്തവൻ ചെയ്തത്? അപ്പൻ വെട്ടിക്കളഞ്ഞ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി, അപ്പൻ ഉടച്ചു കളഞ്ഞ യാഗപീഠങ്ങളെ വീണ്ടും പണിതു, അപ്പൻ പുറത്താക്കിയ ദേവന്മാരെ തിരിച്ചു കൊണ്ടുവന്നു. ഇങ്ങനൊരു ദുർപുത്രൻ ജനിക്കുമെന്ന് ഹിസ്കിയാവിന് അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞേൻ, തമ്പുരാനെ മരിക്കുന്നതാണ് ഉചിതമെന്ന്. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആർക്കാ നാളുകളെ കുറിച്ച് അറിയാവുന്നേ? ആർക്കും അറിയില്ല. പക്ഷെ എൻ്റെ മശിഹ തമ്പുരാന്റെ പ്രത്യേകത, അവനാണ് നാളുകളെ ഡിസൈൻ ചെയ്യുന്ന ദൈവം. നാളെ എന്ത് നടക്കുമെന്ന് നിർണയിക്കാൻ അധികാരമുള്ള ഒരുവൻ ഉണ്ടെങ്കിൽ അവന്റെ പേരാണ് യേശു കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇത് ഞാൻ തിരുവചനത്തിലൂടെ തെളിയിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 5-ാമത്തെ തിരുവചനം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ഇത് പലരും കേട്ട് കാണും. ഞാൻ ഒരിക്കൽ ഈ വിഷയത്തെക്കുറിച്ച് മനോഹരമായ ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്ന കേട്ടതാ. അതൊന്ന് കടമെടുത്തൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. യേശു ഈ കുടുംബത്തെ സ്നേഹിച്ചു, നല്ല കാര്യമാണ്. മാർത്തേനെ ആരായാലും സ്നേഹിച്ചു പോകും. അതെന്താ കാര്യം? അങ്ങ് ചെന്ന് കയറിയാൽ മതി, അങ്ങ് സ്നേഹിച്ചു ബുദ്ധിമുട്ടിക്കും. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഭക്ഷണ മേശയിൽ എല്ലാം റെഡിയാക്കി വെക്കുന്ന, അടുക്കളയിൽ അത്യധ്വാനം ചെയ്യുന്ന, വരുന്നവരെ അതിഥി സൽക്കാരം കൊണ്ട് സ്നേഹിക്കുന്ന ഒരമ്മയാണ് ഈ മാർത്ത എന്നുള്ളത്. അതെന്തൊരു സന്തോഷമാണെന്നറിയാമോ? എന്നെ മിഷൻസ് ഇന്ത്യ എന്നൊരിക്കൽ ഒരു ചെക്ക് കളക്ട് ചെയ്യാനായിട്ട് വിട്ടു. അപ്പോൾ എനിക്ക് ബൈക്ക് ഓടിക്കുന്നത് ഇച്ചിരി ഇഷ്ടമായതുകൊണ്ട് എന്നെ തന്നെ പറഞ്ഞു വിട്ടു. നല്ല പൊരി വെയിലത്ത് ഞാൻ കോട്ടയത്തിനടുത്തൊരു സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നേച്ച്, അന്ന് കോവിഡ് കാലമാണ് കേട്ടോ, മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാസ്കും വെച്ചോണ്ട് വീട്ടിൽ കയറി ചെന്നു. നമ്പർ തന്നയാളെ ഞാനൊന്ന് വിളിച്ചു. അപ്പോൾ പുള്ളി ആദ്യം എനിക്ക് വഴി തെറ്റിപ്പോയി. ആകെപ്പാടൊരു വല്ലായ്മ ഫോണിൽ കൂടെ. അപ്പോഴേ മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന്. ഏതായാലും കയറി തപ്പിപ്പിടിച്ച് കയറി ചെന്ന് ആ വീടിൻ്റെ മുറ്റത്ത് നിന്നു. മുറ്റത്ത് നിന്നപ്പോൾ എന്നെ സൂക്ഷിച്ച് നോക്കി. ഞാൻ 2 മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയേച്ച് പറഞ്ഞു, മിഷൻസ് ഇന്ത്യ എന്ന് വന്നതാണോ? ഞാൻ പറഞ്ഞു അതെ. എന്നിട്ട് നേരെ ഫോൺ എടുത്തു. ഹലോ, ജോർജ് ചെറിയാനല്ലേ? ഞങ്ങളുടെ ബാബുച്ചാൻ്റെ പേരാ ജോർജ് ചെറിയാൻ എന്നുള്ളത്. ജോർജ് ചെറിയാനല്ലേ? പറഞ്ഞു അതെ. നിങ്ങളുടെ ആളാണോ ഈ വന്നേക്കുന്നതെന്നും പറഞ്ഞ് ഫോൺ ഇങ്ങോട്ട് നീട്ടി.
ഫോൺ നീട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനും കൈ നീട്ടി. എന്തിനാണെന്നറിയാമോ? ഫോൺ മേടിക്കാനായിട്ട്. ഉടനെ പുള്ളി ഫോൺ വലിച്ചേച്ച് പറയാം, ഡോണ്ട് ടച്ച് ദ ഫോൺ, ഫോണിൽ തൊട്ടുപോകരുതെന്ന്. എന്നിട്ട് ശബ്ദം മാത്രം ഉണ്ടാക്കിയാൽ മതി. ചമ്മിപ്പോയി, ഉള്ള കാര്യം പറയാലോ. എന്നിട്ടിങ്ങനെ നീട്ടിപ്പിടിച്ചേച്ച് ഞാൻ പറഞ്ഞു, ബാബുജ ബേസില എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ പുള്ളി ഒരു ചെക്ക് ഒരു അറ്റം കൊണ്ട് തന്നു. ഞാനത് മേടിച്ചുകൊണ്ട് പോന്നു. എന്ന് വെച്ചാൽ പൊരി വെയിലത്ത് കയറി ചെന്നാൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാത്ത കാര്യം ഞാൻ നാട്ടുകാരോട് മൊത്തം പറഞ്ഞു. ആ പുള്ളിനെ കണ്ടാൽ ഞാൻ ഒട്ടും മറക്കത്തുമില്ല. അതെന്താ കാര്യം എന്നറിയാമോ? അതിഥി സൽക്കാരം മറക്കരുതെന്ന് പഠിപ്പിച്ച യേശുവിനെ സ്നേഹിച്ചവർ ചെയ്ത പണിയാണിത്. അതുകൊണ്ട് ഞാനിത് ആവർത്തിച്ച് പറഞ്ഞത്. എന്ന് വെച്ചാൽ കയറി ചെന്നവനെ കണ്ടപ്പോ ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്നവനെ പോലെ സൽക്കരിച്ചു വിട്ട ഒരു മര്യാദ. പക്ഷെ മാർത്തേനെ മറക്കാൻ ഒക്കുവേല. ചെന്നവന്റെ വയറും മനസ്സും നിറച്ചേച്ചു വിട്ടു. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ വചനം പറയുകയാ, മാർത്തേനെ സ്നേഹിച്ചു. സ്നേഹിക്കുന്നതിൽ തെറ്റില്ല. കാര്യം എന്താ? ഇവരെ പോലെ ഉള്ളവരുണ്ടെങ്കിലേ ഉപദേശമാരുടെ വയറ് നിറയൂ. അതിനായി ദൈവത്തിന് സ്തോത്രം. അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കക്ഷി മറിയ. അവരില്ലെങ്കിലും പ്രശ്നമാ. എന്നറിയാമോ? പ്രസംഗം തുടങ്ങിയാൽ ഒരു സെക്കൻഡ് പോലും മാറിപ്പോകില്ല, എഴുന്നേറ്റ് പോകില്ല. പാദപീഠത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കും. പറയുന്നതെല്ലാം വേണേ എഴുതിയെടുത്തു കൂടെ കൂട്ടിക്കോ. പോയിട്ടൊന്നും വിടുവേല, കണ്ണിമ വെട്ടുവേല. സ്തോത്രം. ചിലർ കൂട്ടായ്മയ്ക്ക് വരും. എന്തിനാ വരുന്നത്? ഇതാണെങ്കിൽ AC ഉള്ള ഹോളും പറയുകയും വേണ്ട. എന്തിനാ വന്നത്? സ്തോത്രം പറയാനൊന്നുമല്ല. നല്ല ശാന്തത കിട്ടിയ പലരും ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഞാൻ ചില സ്ഥലത്ത് കൂട്ടായ്മയ്ക്ക് ചെല്ലുമ്പോൾ പ്രസംഗിക്കാൻ കയറുന്ന സമയം തൊട്ട് അവസാനിപ്പിക്കുന്ന സമയം വരെ ഈ തലയാട്ടി വിളിക്കലല്ലാതെ ഒരു കാര്യവും നടക്കാറില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക എന്നും പറഞ്ഞങ്ങ് പ്രസംഗിക്കുക. കാര്യം ഇവരെ നോക്കാൻ പോയാൽ പറയാൻ കൂടെ വന്നത് മറന്നുപോകും. പക്ഷെ മാർത്ത, ആ മറിയ ഉണ്ടെങ്കിൽ വലിയ സന്തോഷമാ. എന്നറിയാമോ? ഇടയ്ക്കൊരാമേൻ, ഇടയ്ക്ക് ആ മുഖത്തെ എക്സ്പ്രഷൻ, ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാ. അപ്പം മാർത്ത സൽക്കരിക്കുന്നവൾ, മറിയ ആരാധിക്കുന്നവൾ. അപ്പം ഈ ലാസറാരാ? അവനെയും കൂടെ പറയണമല്ലോ. യേശു മുൻവശത്തൂടെ വന്നാൽ അവൻ പുറകുവശത്തൂടെ ഇറങ്ങിപ്പോകും. അതായിരുന്നു ലാസർ. നിങ്ങൾ മറക്കരുത്. ഇവൻ എപ്പോഴാ പന്തിഭോജനത്തിനിരുന്നത്? 4 ദിവസം ശവക്കല്ലറ കിടന്ന് നാറ്റം വെച്ചിട്ടാ ഇവൻ പ്രാർത്ഥിക്കാനിരുന്നേ. അതിനു മുമ്പ് പ്രാർത്ഥന എന്ന് കേട്ടാൽ ഇവൻ പുറകുവശത്തൂടെ പോകും. ഇവൻ കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കാറില്ല, ഇവൻ കൂട്ടായ്മയ്ക്കിരിക്കാറില്ല. ഇവൻ യേശുവിനെ സൽക്കരിച്ച ദേശത്തെങ്ങും കണ്ടിട്ടില്ല. സ്തോത്രം. ഇവൻ കൂട്ടായ്മ ഉപേക്ഷിച്ചവനാണ്. ആരാധന വേണ്ടെന്ന് വെച്ചവനാണ്. കർത്താവിന്റെ പുറകെ നടക്കാത്തവനാണ്. പക്ഷെ നാളെയുടെ നീളയിൽ ഇവൻ തന്നോടുകൂടെ പന്തിഭോജനത്തിൽ ഇരിക്കേണ്ടവൻ എന്നറിഞ്ഞ് അവനെ സ്നേഹിച്ചവനാണ് ക്രിസ്തു. എന്താ ഇതിന്റെ അർത്ഥം? നാളെ എന്ത് നടക്കുമെന്ന് അറിവുള്ള ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാണ് യേശു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കിത് പറയുമ്പോൾ ആവേശം കുറയാത്തതിൻ്റെ കാര്യം എന്നറിയാമോ? 66-ാം അധ്യായം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഞാൻ 18-ഉം 19-ഉം വാക്യം അടയാളപ്പെടുത്തിയിട്ടതാ. എനിക്ക് 13 വയസ്സുള്ളപ്പോൾ ഞാൻ ഈ അടയാളപ്പെടുത്തിയിട്ടപ്പോൾ ഉണ്ടല്ലോ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ ദേശത്തിൻ്റെ പേര് പറഞ്ഞാൽ ചിലരൊക്കെ ചിരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറയാറില്ലായിരുന്നു. ഞാൻ തൃശ്ശൂരുകാരനായതുകൊണ്ട് ഞാൻ പഠിച്ച കോളേജിൽ എന്ന് വെച്ചാൽ +1 +2 പഠിച്ച കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ ഞങ്ങൾ 2 പേര് അടുത്തിരിക്കും, കൂട്ടുകാരാ. ഞാൻ ചോദിച്ചു, നിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താ? അവൻ പറഞ്ഞു ചിറ്റണ്ട. ഞാൻ പറഞ്ഞു സ്ഥലപ്പേര് പറ. ചിറ്റാനല്ല പറഞ്ഞ്. അവൻ പറഞ്ഞു എൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് ചിറ്റണ്ട. ഈ പേര് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. ഉടനെ അവൻ എന്നോട് ചോദിച്ചു, നിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താ? ഞാൻ പറഞ്ഞു വട്ടായി. ഇപ്പം മനസ്സിലായല്ലോ. സ്തോത്രം. ഈ ദേശം ഇനി നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഗൂഗിൾ മാപ്പ് എടുത്തു കൊടുത്തേച്ച് അടിച്ചു കൊടുത്തു നോക്കിയേ. ഇതുവരെ ഗൂഗിൾ മാപ്പിന് പോലും റേഞ്ച് കിട്ടാത്ത സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നേ. അപ്പോഴാണ് എൻ്റെ മേലൊരു വാഗ്ദത്തം വന്നത്. എന്നാന്നറിയാമോ? നീ അറിയാത്ത ദേശത്ത് നിന്നെ എൻ്റെ നാമം നിമിത്തം ഞാൻ നിർത്തും. അതെനിക്ക് കിട്ടിയത് 13-ാമത്തെ വയസ്സില്ല. എൻ്റെ അപ്പൻ പാറപ്പണിക്കാരനാണ്, പ്രസംഗകനല്ല, ഉപദേശിയുമല്ല. ഉപദേശിയുടെ മോനായിരുന്നു, പക്ഷെ ഗുണം
പിടിക്കാതെ പോയി. അവസാനമാ ഗുണം പിടിച്ചത്. അപ്പൊ എൻ്റെ വീട്ടിലാരും പ്രസംഗിച്ചിട്ടില്ല, എൻ്റെ വീട്ടിലാരും പാട്ടുപാടാനും പോയിട്ടില്ല. ആ കാലത്ത് എൻ്റെ മേൽ വന്ന ദൈവത്തിൻ്റെ ആലോചനയാണ്, ഞാൻ നിന്നെ എൻ്റെ നാമം കൊണ്ട് നിർത്തുമെന്ന്. എൻ്റെ അപ്പൻ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് മേടിച്ചു തന്ന വേദപുസ്തകമാ ഇന്ന് ഞാൻ കൊണ്ടു നടക്കുക. അന്ന് ഞാൻ എഴുതി വെച്ചതാ എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം. 13ാമത്തെ വയസ്സിൽ എൻ്റെ മേൽ കിട്ടിയത് ഇന്ന് രാത്രി ഹോളിൻ്റെ അകത്ത് ഞാൻ വന്ന് നിൽക്കാനുള്ള കാരണം എൻ്റെ നാളുകളെ അറിയുന്ന ഒരു യേശു തമ്പുരാനെ എനിക്കറിയാവുന്നത് കൊണ്ട് ഇന്ന് രാത്രി മാതാപിതാക്കളെ, നാളുകളെ ഡിസൈൻ ചെയ്യുന്നവന്റെ പേരാണ് നസറായനായ യേശു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാളുകളെ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ കർത്താവാണെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി വല്ല ഭീതിയും ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ, ചിന്താകുലം ഭരിക്കുന്നെങ്കിൽ, ഉറപ്പെന്താണെന്നറിയാമോ? എൻ്റെ ഇന്നലകളെ പിടിച്ചവൻ, എൻ്റെ ഇന്നിനെ പിടിച്ചിരിക്കുന്നവൻ, എൻ്റെ നാളുകളെ ഡിസൈൻ ചെയ്യുന്നവൻ എൻ്റെ യേശുവാകുന്നത് കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ വിഷയം, ഇവന് നാളെയെ അറിയാമെന്നുള്ളതാണ്. അവിടെ പിടിച്ചു നിൽക്കുന്നില്ല. ഒരു കാര്യം കൂടെ പറയാം, നാളെയെ അറിയാമെന്ന് മാത്രമല്ല, നാളെയെ നല്ല വ്യക്തമായിട്ടറിയാം. ജസ്റ്റ് ഒരു നോളജ് അല്ല. കാര്യം എന്നാ, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് നാളെ മല്ലപ്പള്ളി കൂട്ടായ്മയുണ്ട്, വ്യാഴാഴ്ച അടുത്ത പരിപാടിയുണ്ട്, വെള്ളിയാഴ്ച അടുത്ത പരിപാടിയുണ്ട്, ഞാൻ ഇതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കും കുറേയൊക്കെ അറിയാമല്ലോ. അങ്ങനത്തെ ഒരു അറിവല്ല പറഞ്ഞത്. പ്രത്യുത നാളെ എന്ത് നടക്കുമെന്ന വ്യക്തമായിട്ടുള്ള അറിവ്. നാളെ അറിയാമെന്ന് മാത്രമല്ല, നാളെയെ കുറിച്ചുള്ള വ്യക്തമായ അറിവ്. എന്താ കർത്താവ് പറഞ്ഞത്? 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാണ്, അന്ന് മനുഷ്യപുത്രൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് വരാം. ക്രൂശിക്കാൻ താൻ എങ്ങനെ മരിക്കുമെന്ന് കർത്താവിന് തൻ്റെ മരണത്തിന് മുൻപേ അറിയാമായിരുന്നെന്ന്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ? ഓരോ സെക്കൻഡും അവൻ്റെ പുസ്തകത്തിൻ്റെ അകത്തുണ്ട്. എൻ്റെ നാഴിക, ഞാൻ ഈ ഭൂമിയിൽ ചെലവഴിക്കുന്ന എൻ്റെ നാഴിക ഓരോ സെക്കൻഡും എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. ഒരാമൻ എൻ്റെ കൂടെ പറയാമോ? ഹല്ലേലൂയ. വിശദീകരണത്തിലേക്ക് വരാം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. അനന്യാസ് എന്നു പേരുള്ള ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. കർത്താവ് സ്വപ്നത്തിൽ അവനോട് സംസാരിച്ചു. നേർവീതി തെരുവിലെ യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗലുണ്ട്, അവൻ്റെ അടുത്തേക്ക്. നിങ്ങൾ എന്തിനാ വേദപുസ്തകം തപ്പാൻ പോയി? ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ അല്ല ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്ക്, അങ്ങോട്ട് നോക്കിയിരുന്നാൽ മതി, സമയം തീരാറായി. സ്തോത്രം. അനന്യാസിനെ വിളിച്ചേച്ച് പറഞ്ഞു, ശൗൽ അവിടെ കാത്തിരിപ്പുണ്ട്, വേഗം ചെല്ലാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ഭാവിച്ചു നോക്കിയേ, എന്തായിരിക്കും അനന്യാസിൻ്റെ മറുപടി എന്നുള്ളത്. അനന്യാസ് പെട്ടെന്ന് പറയും, കർത്താവെ എന്നെ വിളിക്കാനാണെങ്കിൽ നേരെ അങ്ങ് വിളിച്ചാൽ പോരെ, എന്തിനാ സിംഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുക്കുന്നതെന്ന്. കാര്യം എന്നറിയാമോ? അവിടെ വന്നത് കൺവെൻഷന് പ്രസംഗിക്കാനല്ല ശൗല്. പിന്നെന്തിനാ വന്നേ? അവൻ്റെ കയ്യിൽ മഹാപുരോഹിതന്മാർ എഴുതി കൊടുത്തൊരു പേപ്പറുണ്ട്, അതുകൊണ്ട് കൊലപാതകത്തിനും വന്നവനാ. അവൻ അവിടെ ഇരിപ്പുണ്ട്. ഉടനെ അനന്യാസ് തമ്പുരാനോട് പറയും, എൻ്റെ കർത്താവേ, മരിക്കാൻ സമയമായെങ്കിൽ വിളിച്ചാൽ പോരെ, കൊല്ലാൻ വന്നവൻ്റെ കയ്യിലേക്ക് വെറുതെ കൊണ്ടുപോയി കൊടുക്കണോ? ഞാൻ നിൻ്റെ ശുശ്രൂഷക്കാരനല്ലേ, എന്നോട് എന്തിനാ ഈ പണി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉടനെ തമ്പുരാൻ ഈ അനന്യാസിനോട് പറയുക. സ്തോത്രം. 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയാം, നീ പോകണം മോനെ അനന്യാസേ, നീ പോകണം. കാര്യം എന്നറിയാമോ? നിന്നെ കാത്തിരിക്കുന്ന ഇവനുണ്ടല്ലോ, ഇവൻ രാജാക്കന്മാരുടെ മുമ്പിൽ, ഇവൻ ജാതികളുടെ മുമ്പിൽ, ഇവൻ ഇസ്രയേലിൻ്റെ മുമ്പിൽ എൻ്റെ നാമത്തെ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നുവെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? ഇവൻ മാനസാന്തരപ്പെട്ടോന്ന് അനന്യാസിന് അറിയില്ല, ഇവന് പശ്ചാത്താപമുണ്ടായോന്ന് അറിഞ്ഞുകൂടാ, ഇവൻ്റെ കണ്ണ് തുറന്നിട്ടില്ല. ഇവൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പേ ഇവൻ ആരാകുമെന്ന് അറിഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, ഈ പൗലോസ് പോയി അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഈ പൗലോസ് പോയി കൈസറുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഈ പൗലോസ് പോയി തെരുവീതിയിൽ പ്രസംഗിക്കുമ്പോൾ, ഈ പൗലോസ് പോയി സുവിശേഷം അറിയിക്കുമ്പോൾ, അനന്യാസ് ജീവനോടെ ഉണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറയും, തമ്പുരാനെ, ഇവൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് നീ എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഞാൻ
നിവർത്തിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ദൈവമേ, നിനക്കറിയാത്ത ഒരു വിഷയവുമില്ല. ഹല്ലേലൂയ. ഇത് അനന്യാസിന് മാത്രമൊന്നും അല്ലായിരുന്നു, ഇത് പൗലോസിനും അറിയായിരുന്നു. എന്താ പൗലോസിന് അറിയായിരുന്നത്? അതൊന്ന് വിശദീകരിച്ച് ഈ വിഷയം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 43-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ, ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാൻ പറഞ്ഞു. കേൾക്കണേ, ഒരു ശതാധിപൻ പറയുക പൗലോസിനെ കൊല്ലണ്ട. കാര്യം എന്നാ? കപ്പൽ തകരാൻ പോവുക. ഈ ജയിൽ പുള്ളികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരെയൊക്കെ കൊല്ലണമെന്ന് ഈ പടയാളികൾ വന്നു പറഞ്ഞപ്പോൾ ഉടനെ ശതാധിപൻ പറയുക, അവരെ കൊല്ലണ്ട, രക്ഷപ്പെടാൻ നീന്താൻ കഴിവുള്ളവരൊക്കെ നീന്തി. നിങ്ങളിത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? വേദപുസ്തകം പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലായത് എന്നാണെന്നറിയാം. ആദ്യം, എന്തൊരു നല്ല മനുഷ്യനാണ് ഈ ശതാധിപൻ അല്ലേ, ഇവനെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഇവന് വേണ്ടി മധ്യസ്ഥത നിന്ന ശതാധിപൻ. അതാണോ ഇതിൻ്റെ സത്യം? അതല്ല ഇതിൻ്റെ സത്യം. ഇതിൻ്റെ സത്യം വേറൊന്നാണ്. അത് മനസ്സിലാകണമെങ്കിൽ റോമാക്കാരൻ ആരാന്ന് പറയണം. 2 ഉദാഹരണം ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, അതുകൊണ്ട് ഞാൻ അതിന് സമയം എടുക്കുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ഞാൻ നവജീവോദയത്തിൽ പഠിക്കാൻ വരുന്നത് 2008-ലാണ്. പഠിക്കാൻ വരുമ്പോൾ നവജീവോദയത്തിൽ മൊത്തം റബ്ബറാണ്. സത്യം പറഞ്ഞാൽ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വരുമ്പോൾ ഞാൻ ചിന്തിച്ചത് ബൈബിള് മാത്രം. നിങ്ങൾക്കങ്ങനെ ചിന്ത വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ വന്നാൽ മതി, എല്ലാം മാറ്റിത്തരാം. ബൈബിള് മാത്രം പഠിച്ചാൽ മതി എന്നും കരുതിയാൽ ഞാൻ കോളേജിൽ ചെല്ലുന്നത്. ചെന്നപ്പോഴാണ് മനസ്സിലായ വേണ്ടാത്തതൊക്കെ പഠിക്കണം. മോഡേൺ റിലീജിയസ് സെക്കുലർ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ, MRSM, റിലീജിയൻ, ഫിലോസഫി, സൈക്കോളജി എന്ന് വേണ്ടാത്തതെല്ലാം പഠിച്ചിരുന്നു. എന്താ പഠിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇതൊക്കെ പഠിക്കണമെന്ന് പറയുമ്പോൾ മലയാളത്തിൽ പോരാ, ഇംഗ്ലീഷിൽ പഠിക്കണം. അതാണ് ഏറ്റവും വലിയ തൊന്തരവ്. +2 വരെ മലയാളത്തിൽ മീഡിയത്തിൽ പഠിച്ചേച്ച് വന്നാൽ എന്നെ പിറ്റേ ദിവസം ക്ലാസ്സിൽ കൊണ്ടിരുത്തി എൻ്റെ ടീച്ചർ അവിടെ നിന്ന് 1 മണിക്കൂർ ഇംഗ്ലീഷ് പറഞ്ഞു. എനിക്കൊരക്ഷരം മനസ്സിലായില്ല. ഞാൻ അവിടെ ഇരുന്ന് ആകാശഗോളങ്ങളെ കണ്ടുകൊണ്ട് നക്ഷത്രങ്ങളെ കണ്ട് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ തലയ്ക്കകത്ത് കയറിയില്ല, തലയ്ക്ക് വെളിയിൽ കൂടെ പോയെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അതും ഞാൻ സഹിച്ചു. ഇനി സഹിക്കാതെ നിവർത്തിയിൽ ഓടിപ്പോകാൻ ഒക്കുമല്ലോ, അതുകൊണ്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പം 4 മണിയായപ്പോൾ സാറ് വന്നിച്ച് പറയുക, പിള്ളേരെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും ഡ്യൂട്ടി ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു, എന്താ ഡ്യൂട്ടി? വീട്ടിലൊരു കരികല കടന്ന തിരിച്ചിടാത്ത വ്യക്തിയായ ഞാൻ എന്നോട് പറയുക ഡ്യൂട്ടി ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? അടുക്കള പണി ചെയ്യണം, പിന്നെ അടിച്ചു വാരണം, പിന്നെ ടോയ്ലറ്റ് കഴുകണം, വണ്ടി കഴുകണം, ടാങ്ക് കഴുകണം. ഇതൊക്കെ ആദ്യത്തെ പടിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡേർഡ് കൂടി. കൃഷിപ്പണി ചെയ്യേണ്ട വന്നു, വിറക് വെട്ടേണ്ടി വന്നു. ഇനി വിറക് വെട്ടിൻ്റെ കഥ പറയാൻ വേണ്ടി എത്രയും വളഞ്ഞു ഊറ്റി പറഞ്ഞത്. ഞങ്ങളുടെ നവജീവോദയത്തിൽ നല്ല പാല് തരാത്ത എല്ലാ റബ്ബറിനെ ഞങ്ങൾ വെട്ടി, കരുണയില്ലാതെ വെട്ടിക്കളഞ്ഞു, അടിയോടെ വെട്ടിക്കളഞ്ഞു. എന്ന് വെച്ചാൽ വെട്ടി അങ്ങ് മറച്ചിട്ടേച്ച് കമ്പെല്ലാം അറുത്ത് മാറ്റിയേച്ച് ഈ കേരള തൃശ്ശൂരുകാരനായ ബേസിലും അപ്പുറത്ത് ഡിഷോൻ ലെപ്ചെ എന്നറിയപ്പെടുന്ന വെസ്റ്റ് ബംഗാളുകാരനായ പകുതി നേപ്പാളിയായ ഡിഷോനും കൂടെ അപ്പുറത്തിരിക്കും. എന്നിട്ട് ഈർച്ചവാളെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, എല്ലാവർക്കും അറിയാലോ. അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് 2 കാലും കൂടെ ചവിട്ടി പിടിച്ചേച്ച് ഞങ്ങൾ ഇരുന്നറുക്കും. ഇതാണ് എനിക്കറിയാവുന്ന ഈർച്ചവാള്. എബ്രായ ലേഖനത്തിൽ വന്നപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുക, അവർ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. ഒന്നും അറിയാത്തവരെ പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ വേറെ ദിവസം പോയി വായിച്ചു നോക്കണം കേട്ടോ. അവർ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. എന്താ ഈർച്ചവാള്? റോമാക്കാരൻ്റെ ഈർച്ചവാള് പറയാം. ഞാൻ കണ്ട ഈർച്ചവാള് മരത്തടി ഇറക്കുന്നതാണ്. പക്ഷെ റോമാക്കാരൻ്റെ ഈർച്ചവാൾ എന്നാന്നറിയാമോ? ഒരു മനുഷ്യനെ പിടിച്ചൊരു മരക്കുറ്റിയോട് ചേർത്ത് കെട്ടും, അവൻ്റെ കൈ പുറകോട്ട് കെട്ടും, അവൻ്റെ കാല് ചേർത്ത് വെച്ച് ബന്ധിക്കും. എന്ന് വെച്ചാൽ അവൻ അരയടി അനങ്ങാനൊക്കില്ല. എന്നിട്ട് അവൻ്റെ വയറോട് ചേർത്ത് വാള് വെക്കും. അപ്പുറത്തിപ്പുറത്തും 2 പടയാളികൾ നിൽക്കും. അവരവൻ്റെ ശരീരത്തെ 2 തുണ്ടമായി അറുത്തെടുക്കും. അവർ അറുക്കുമ്പോൾ തെറിക്കുന്ന ചോര കണ്ടവർ ചിരിക്കും. അവൻ്റെ പ്രാണവേദന കണ്ടവർ കൈകൊട്ടും. അവൻ്റെ പേരാണ് റോമാക്കാരൻ എന്നുള്ളത്. എന്ന് വെച്ചാൽ വലേറിയൻ എന്ന വെസ്പേഷ്യൻ എന്ന ചക്രവർത്തി AD 70 പണി കഴിപ്പിച്ച കൊളോസിയം എന്ന ഗ്രൗണ്ടിൻ്റെ അകത്ത് 1.5 ലക്ഷത്തിലധികം ആൾക്കാർ കാണികൾ
നാളുകളായിരുന്ന് കണ്ട് രസിച്ച കാഴ്ച മനുഷ്യനെ അറുത്തുകൊല്ലുന്ന കാഴ്ചയാണ്. ഇത് കണ്ട് കൈയടിച്ചവന്റെ പേരാണ് റോമാക്കാരൻ എന്നുള്ളത്. അങ്ങനെ ഒരു റോമാക്കാരനായ സൈന്യാധിപൻ പറയുകയാ പൗലോസിനെ രക്ഷിക്കണമെന്ന്. എന്താ അതിന്റെ അർത്ഥം? അയ്യോ, ഈ സൈന്യാധിപൻ മാനസാന്തരപ്പെട്ടതാണോ? അല്ലേ, അല്ല. ആടി ഉലയുന്ന ഈശാനമൂലൻ അടിച്ച കപ്പലിന്റെ നടുവിൽ ഇറങ്ങി വന്ന ദൂതൻ ഈ പൗലോസിനോട് പറഞ്ഞു, പൗലോസേ, നിന്റെ ജീവനും കപ്പലിലുള്ള ആരുടെയും ജീവനും ദോഷം വരികയില്ല. നിന്നെ കൈസറുടെ മുമ്പിൽ നിന്റെ ദൈവം നിർത്തുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശാനമൂലന്റെ നടുവിൽ പൗലോസ് ഭക്ഷണം കഴിച്ചതിന്റെ കാര്യം എന്നറിയാമോ? നാളകളെ ഡിസൈൻ ചെയ്യുന്നത് സൈന്യാധിപനല്ല, പടയാളികളല്ല, കൈസറല്ല, തന്റെ ദൈവമാണ്, തന്റെ ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന് എന്തറിയാം? നാളെ അറിയാം. വെറുതെ ഒരു അറിവല്ല, വ്യക്തമായിട്ടറിയാം. ഇത് ഒന്നും കൂടെ മനസ്സിലാകാൻ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് ചെല്ലണം. എടുത്ത് വായിച്ച് കഷ്ടപ്പെടണ്ട, വെറുതെ ഒന്നും മനസ്സിലാവുകയില്ല. 4 മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വർണ്ണിക്കാൻ നിൽക്കുന്നില്ല, വലിയ പ്രയാസമായിരിക്കും. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. 4 തല, 4 ചിറക്, 3 തല, 3 അസ്ഥി, ഇതെല്ലാം കൂടെ പറയാൻ പോയി കഴിഞ്ഞാൽ ഉള്ള സമയം കൈവിട്ടു പോകും. അതുകൊണ്ട് അതിന് നിൽക്കുന്നില്ല. എന്നാലും ഞാൻ ഈ സ്വപ്നം കണ്ട ദാനിയേലിനെ കുറിച്ചൊന്ന് പറയാം. എപ്പോഴാണ് ദാനിയേൽ സ്വപ്നം കാണുന്നത്? ഏറെക്കുറെ BC 556-നും 539-നും ഇടയിലാണ് കാണുന്നത്. ഈ സ്വപ്നം അദ്ദേഹം കാണുമ്പോൾ അദ്ദേഹം തുടങ്ങിയത് ബാബിലോൺ സാമ്രാജ്യത്തിൽ, മരിക്കുമ്പോൾ മേദ്യാൻ പേർഷ്യൻ സാമ്രാജ്യത്തിൽ. ഇതാണ് ചരിത്രം. 2 സാമ്രാജ്യങ്ങളെ താൻ കണ്ടു. ഈ 2 സാമ്രാജ്യങ്ങൾക്കകത്തിരിക്കുമ്പോൾ താൻ കാണുക ഇനി ഒരു 2 കൂടെ എഴുന്നേൽക്കാനുണ്ട്. എന്നിട്ട് അതിലൊരു സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, അതിന് 4 ചിറകുണ്ടാകും, 4 തല ഉണ്ടാകും, പുള്ളിക്ക് സദൃശ്യമായിരിക്കും. വ്യാഖ്യാനിച്ചു വന്നപ്പോൾ ഈ സാമ്രാജ്യത്തിൻ്റെ ഉടയവനായ അലക്സാണ്ടർ ചക്രവർത്തി 30-ാമത്തെ വയസ്സിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ചരിത്രം, ഈ സ്വപ്നം കണ്ട മനുഷ്യൻ കാണുന്ന കാഴ്ച ഈ സാമ്രാജ്യത്തെ 4ആയി പകുത്തെടുക്കും. അത് വിഭാഗിച്ച സൈന്യാധിപന്മാരുടെ പേര് കസാണ്ടർ, ലിസിമാക്കസ്, സെലൂക്കസ്, ടോളമി എന്ന് പറയുന്ന 4 പേര് ഈ രാജ്യത്തെ 4ആയി വിഭജിച്ചെടുക്കും. ഇതെപ്പോഴാണ് കണ്ടെന്നറിയാമോ? ഈ രാജ്യം ഉദിച്ചുയരുന്നതിന് 200 വർഷങ്ങൾക്ക് പുറകിൽ ഒരു കൊട്ടാരത്തിലെ മുറിക്കകത്തിരുന്ന് ഒരു ഭക്തൻ കാണുകയാണ്. ഇനി 200 വർഷങ്ങൾക്കപ്പുറത്ത് ഒരു രാജ്യം, അത് 4 രാജാക്കന്മാർ വിഭജിച്ചെടുക്കുന്ന കാലം വരുമെന്ന്. അയ്യോ ദാനിയേലേ, നീ ഇതെങ്ങനെ അറിഞ്ഞത്? ഉടനെ ദാനിയേല് പറയും, സ്വർഗത്തിലിരിക്കുന്ന ദൈവം ആദിയന്തമില്ലാത്തവനായതുകൊണ്ട് അവൻ തുടക്കത്തെയും ഒടുക്കത്തെയും ഒരുപോലെ കാണുന്ന ദൈവമാകുന്നു, ഒരുപോലെ അറിയുന്ന ദൈവമാകുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ ഒറ്റ വാക്കി പറഞ്ഞു പോയാൽ എൻ്റെ യേശുവിന് നാളെയെ അറിയാം, നാളകളെ വ്യക്തമായിട്ടറിയാം. ഒരു വാക്കും കൂടെ പറഞ്ഞ ഭാഗം വിടാം, അവനറിയാത്തതൊന്നുമില്ല. അവനറിയാത്തതൊന്നുമില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ ഇരുന്ന് കർത്തൃമേശ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്നേച്ച് പറയാം, നിങ്ങളിൽ ഒരുത്തൻ എന്നെ, അവനെ കർത്താവിനറിയാം. സ്തോത്രം. അത് കഴിഞ്ഞേച്ച് പറയാം, മനുഷ്യപുത്രൻ യെരുശലേമിൽ പോകും, അവിടെ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അപ്പം യെരുശലേമിലാ മരിക്കുന്നതെന്നറിയാം. അത് കഴിഞ്ഞപ്പോൾ പറയുക, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവരെ കൊല്ലാൻ വിധിക്കും, അതും കർത്താവിനറിയാം. എന്നിട്ട് പറയുക, അവനെ ക്രൂശിക്കും, അതും കർത്താവിനറിയാം. എന്നിട്ട് പറയുക, 3 നാൾ കഴിഞ്ഞവൻ ഉയർത്തെഴുന്നേൽക്കും. എവിടെ മരിക്കുമെന്നറിയാം, എങ്ങനെ മരിക്കുമെന്നറിയാം, എത്ര ദിവസം കിടക്കുമെന്നറിയാം, എന്നുയർക്കുമെന്നറിയാം. ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന ഈ കർത്താവിന് അറിവില്ലാത്ത ഒരു കാര്യം പോലുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇവിടെ ഇരിക്കുന്നവരോട് ഒരു ദൂതായിട്ട് ചോദിച്ചോട്ടൊരു ചോദ്യം. സ്തോത്രം. ഇത്ര വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നതെങ്കിൽ
ജീവിതത്തിൽ ഇന്ന് രാത്രി ഭയങ്ങൾ മാറിപ്പോകണം. ഇത്ര വലിയ ദൈവത്തെയാണ് സേവിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി നിരാശ മാറിപ്പോകണം. ഇത്ര വലിയ ദൈവത്തെയാണ് സേവിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ആകുല ചിന്തകൾ മാറിപ്പോകണം. കാര്യം നിന്റെ ദൈവത്തിനറിയാത്ത ഒരു കാര്യം പോലുമില്ല. ഹല്ലേലൂയ! സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ കൂട്ടുകാരൻ്റെ, എൻ്റെ സഹോദരൻ്റെ സാക്ഷ്യവും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. കാര്യം ഞാൻ രണ്ടാം വിഷയത്തെ കൈതൊട്ടാൽ എനിക്ക് അവസാനിപ്പിക്കാൻ ഒക്കുകയല്ല. അതുകൊണ്ട് അറിവുള്ള ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. എൻ്റെ സഹോദരന് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. ജേക്കബ് എന്നാണ് എൻ്റെ ചേട്ടൻ്റെ പേര്. ഫുൾ ടൈം സുവിശേഷകനൊന്നുമല്ല, എന്നാൽ യൂത്ത് ഫോർമേഷൻ്റെ ഭാഗമാണ്. ഒരു വലിയ അമേരിക്കൻ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന പുള്ളിയാണ്. പെരുമ്പാവൂരുകാരനാണ്. സ്വന്തം ചേട്ടനൊന്നുമല്ല, ക്രിസ്തുവിലുള്ള സഹോദരനാണ്. ഭയങ്കര ആത്മബന്ധമാണ്. ഈ ജേക്കബ് യാക്കോബയക്കാരനാണ്. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. കുഞ്ഞ് നടക്കുന്ന പ്രായമായപ്പോൾ ജേക്കബ് ഒരു കാഴ്ച കാണുക. കൊച്ചിൻ്റെ കാലൊരു ചെറുതായിട്ട് വളവുണ്ടോ എന്നൊരു സംശയം. വളവുണ്ടോ വേണ്ടി നേരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ പീഡിയാട്രിഷ്യൻ പറഞ്ഞു എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, കാല് വളഞ്ഞിട്ടുണ്ട്. മുഴു ശരീരത്തിൻ്റെ എക്സ്റേ എടുത്തെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഡോക്ടർ കാണിച്ചു കൊടുത്തു. എന്നറിയാമോ, കുഞ്ഞിൻ്റെ കാലിന് മാത്രമല്ല അവൻ്റെ ശരീരത്തിലെ ഓരോ അസ്ഥിയും വളഞ്ഞാണിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ! ഇത് കേട്ടപ്പോൾ ആദ്യത്തെ കുഞ്ഞിന്, ആദ്യത്തെ പുത്രന് അങ്ങനൊരു രോഗമുണ്ടെന്നറിഞ്ഞാൽ എത്ര സങ്കടകരമാകും. അപ്പോൾ കാശൊക്കെ ഉള്ള കാലമാണ്. ഉടനെ എന്ത് ചെയ്തു, ഏറ്റവും നല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാമെന്ന് കരുതി. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ വീണ്ടും പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് ആൽക്കലൈൻ ഫോസ്ഫറസ് എന്ന് പറഞ്ഞൊരു കണ്ടൻ്റ് ഉണ്ട്. എന്താണെന്നൊന്നും ചോദിക്കരുത്, കഷ്ടപ്പെട്ട് കാണാപ്പാടം പഠിച്ചു വെച്ചതാണ്. എനിക്ക് ബയോളജി ആയിട്ട് ഒരു ബന്ധവുമില്ല, തിയോളജി ആയിട്ടേ ബന്ധമുള്ളൂ. അതുകൊണ്ട് ചോദിക്കാനൊന്നും വന്നേക്കരുത്. അത് മനുഷ്യ ശരീരത്തിൽ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ആ രക്തത്തിൽ കണ്ടന്റ്, അതിൻ്റെ ആവശ്യകത 44 തൊട്ട് 147 വരെയാണ്. എന്നിട്ട് ഡോക്ടർ എടുത്ത് കാണിച്ചു പറഞ്ഞു കുഞ്ഞിൻ്റെ ശരീരത്തിൽ വേണ്ടത് 147 വരെയാണ്, പക്ഷെ അവൻ്റെ ശരീരത്തിലുള്ളത് 1600. അതുകൊണ്ട് ഈ രോഗത്തിന് മരുന്നില്ല. ഉടനെ റിപ്പോർട്ടെല്ലാം കൂടെ അമേരിക്കയിലേക്ക് അയച്ചു കൊടുത്തു. അവിടെ ഇരുന്ന കമ്പനി മുതലാളി നോക്കി വെച്ച് അവിടുത്തെ നല്ല ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു. അവർക്കും പറയാൻ ഒറ്റ ഉത്തരവേ ഉള്ളൂ, എന്നറിയാമോ, ഇത്ര കൂടുതലായതുകൊണ്ട് ഈ രോഗത്തിന് മരുന്നില്ലെന്ന്. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ദൈവശാസ്ത്രത്തിലേക്ക് തിരിഞ്ഞു. കാര്യം ഇനി വേറെ വഴിയില്ല. അപ്പോൾ ജേക്കബിന് അറിയാവുന്ന ഒരു കാര്യം, മല കയറാൻ പോയിട്ടുണ്ട്, കുരിശും പിടിച്ച് കുരിശുമലയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ബോധത്തോടെ പോകും, ഇങ്ങോട്ടൊരു ബോധം ഇല്ലാതെ വരും എന്ന് പറയും. അപ്പോൾ ചേച്ചി മർത്തോമക്കാരിയാ, ചേച്ചി എന്ന് വെച്ചാൽ ഈ കാണിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ലെന്ന് പറയും. എന്നിട്ട് ഒരു ദിവസം ഈ കുഞ്ഞിൻ്റെ വിഷയമോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലപ്ര പെരുമ്പാവൂര് അവിടെ കുറേ സഹോദരങ്ങളുണ്ട്. ഇതുപോലൊരു കൂട്ടായ്മയുണ്ട്, ഹെവൻലി യൂത്ത് അല്ലപ്ര എന്ന് വിളിക്കും. അവിടെ കുറേ ആത്മീകമായി ഉണർത്തപ്പെട്ട സഹോദരങ്ങളുണ്ട്. അവർ വിളിച്ചേച്ച് ജേക്കബിനോട് പറഞ്ഞു, ജേക്കബേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, 3 ദിവസം ഉപവസിക്കാമോ എന്ന് ചോദിച്ചു. ജേക്കബ് ഓക്കെ പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപവസിക്കാൻ തീരുമാനിച്ചു. പ്രാർത്ഥിക്കാനിരുന്നു. പാപങ്ങളെ ഏറ്റുപറഞ്ഞു, കുറവുകളെ ഏറ്റുപറഞ്ഞു. തമ്പുരാന്റെ മുമ്പിൽ നെടുമ്പാട് വീണ് കരഞ്ഞു. സ്തോത്രം, സ്തോത്രം. കരഞ്ഞെന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞു. വാക്കൊന്നും വായി വന്നില്ല. കാര്യം എന്നറിയാമോ, ഇവനെയും കൊണ്ട് ഉറക്കമില്ലാത്ത രാത്രിയാ. ഇവൻ എവിടെയെങ്കിലും കയറി ചാടിയാൽ ഇവൻ്റെ അസ്ഥി ഒടിഞ്ഞാൽ അസ്ഥി നേരാകില്ല, പെട്ടെന്നൊടിയും. കുഞ്ഞിൻ്റെ ആയുസ്സിന് ദോഷം വരും. അതുകൊണ്ട് ഒരുപാട് കരഞ്ഞു. 3-ാം ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മറുപടി കേൾക്കുകയാ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്തെടുക്കുമെന്ന് വാക്യത്തിൽ ഉറപ്പിച്ചു പിടിച്ചു. എന്ന് വെച്ചാൽ അത് വാഗ്ദത്തമായിട്ട് ഏറ്റെടുത്തു. ഉപവാസം കഴിഞ്ഞു, 3 ദിവസം ഉപവാസം കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു. 1600 കണ്ടന്റ് 900 കുറഞ്ഞിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തു. 900 കണ്ടന്റ് 600 കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് കിച്ചുവിന് വയസ്സ് 13. അവൻ്റെ അസ്ഥി വളഞ്ഞിട്ടില്ല, അവൻ്റെ അസ്ഥി ഒടിഞ്ഞിട്ടില്ല.
ഒരിക്കലും മാറില്ലെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞത് പ്രാർത്ഥനയുടെ നടുവിൽ എടുത്തു മാറ്റിയ ഒരു യേശു കർത്താവ് ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആവർത്തിച്ചു പറയുകയാ, എൻ്റെ തമ്പുരാനാണ് നാളുകളെ ഡിസൈൻ ചെയ്യുന്നത്, എൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നത് എൻ്റെ യേശു കർത്താവാണ്, എൻ്റെ ആയുസ്സിനെ തീരുമാനിക്കുന്നത് എൻ്റെ യേശു കർത്താവാണ്, എൻ്റെ തലമുറ ആരായി തീരണമെന്ന് നിശ്ചയിക്കുന്നത് എൻ്റെ യേശു കർത്താവാണ്. ഹല്ലേലൂയ. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിൽ ജയത്തിൻ്റെ ഘോഷം കേൾക്കണം. ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിൽ ജയത്തിൻ്റെ ഘോഷം കേൾക്കണം. എന്താ കാര്യമെന്നറിയാമോ? എൻ്റെ ദിനങ്ങളെ നിർണയിക്കുന്നത് എൻ്റെ ദൈവമാണ്. രോഗഭാരം ഉള്ള ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ. മരണഭയം ജീവിതത്തിൽ എവിടെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ജയമെടുത്ത് പറ. എൻ്റെ ആയുസ് എൻ്റെ ദൈവത്തിൻ്റെ കരത്തിലാണ്, എൻ്റെ തലമുറയുടെ ഭാവി എൻ്റെ ദൈവത്തിൻ്റെ കരത്തിലാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഉറപ്പ് എൻ്റെ യേശുവാണ്. അവൻ ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ജീവിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ചില നിരാശകളൊക്കെ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. പ്രാർത്ഥനയുടെ ശബ്ദം ഇതിൻ്റെ അകത്ത് മുഴങ്ങട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാവുന്നവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇന്ന് രാത്രി ആത്മീകമായി അധികാരത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ചില നിരാശകൾ മാറിപ്പോകട്ടെ, ചില മരണഭയങ്ങൾ മാറിപ്പോകട്ടെ, ചില ഭാരങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല, ഒരു ദോഷവും നിനക്ക് ഭവിക്കയില്ല. കാര്യം നിന്റെ ദിവസം, നിന്റെ ആയുസ് നിന്റെ കർത്താവിൻ്റെ കരത്തിലാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ തലയിലെ മുടി നിലത്ത് വീഴണമെങ്കിൽ അത് എണ്ണി അറിയുന്നൊരു ഉടയവനുണ്ട്. അവൻ്റെ ദൃഷ്ടി അവൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അറിയുന്നവൻ്റെ കരത്തിൽ സുരക്ഷിതമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ കരങ്ങളെല്ലാം ഉയർത്തി ഇന്ന് രാത്രി ചില വാക്കുകൾ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാളെയുടെ ഉടയവന്റെ കരത്തിൽ എൻ്റെ ഭാവിക്ക് ഉറപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. എല്ലാം ഉണ്ടായിട്ടും ഭയം നേരിടുന്ന ചിലരുണ്ട്. ഹല്ലേലൂയ. ചെറിയ കാര്യം വരുമ്പോൾ മരിച്ചു പോകുമെന്ന് ഭാരപ്പെടുന്നവർ, ചിലതെല്ലാം കണ്ടെൻ്റെ തലമുറ എവിടെ പോയി അവസാനിക്കുമെന്ന് ചിന്തിക്കുന്നവർ, എങ്കിൽ ഇന്ന് രാത്രി ദൂതായി പറയാം, നിനക്കൊരു ദൈവമുണ്ട്. അവൻ സകലത്തെയും അറിയുന്ന ഉടയവനാണ്. അവൻ നാളെയെ പിടിച്ചിരിക്കുന്നവനാണ്. അവനാണ് നാളെയെ സൃഷ്ടിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവാണ് നാളെയെ നിർമ്മിക്കുന്നവൻ. യേശുവാണ് നാളെ എന്ത് നടക്കണമെന്ന് നിർണയിക്കുന്നവൻ. ഹല്ലേലൂയ. അവനാണ് സമുദ്രത്തിന് അതിർ വരച്ചവൻ. അവനാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ. അവനാണ് ആകാശത്തെ വിരിച്ചവൻ. അവനാണ് നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നവൻ. അവനാണ് ഭൂമണ്ഡലത്തിൻ്റെ ഉടയവൻ. അവനാണ് അനാദിയായും ശാശ്വതമായും ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്ത് ഏറ്റെടുക്കണം? ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്നെ അറിയുന്ന, എന്നെ നന്നായി അറിയുന്ന, എൻ്റെ ഇന്നുകളെ അറിയുന്ന, എൻ്റെ നാളെയെ അറിയുന്ന, എന്നെക്കുറിച്ച് സകലവും അറിയുന്ന എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ ഞാൻ സുരക്ഷിതനാണ്. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൻ്റെ ജയം നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ. വചനത്തിൻ്റെ ജയം നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ. വചനത്തിൻ്റെ ശക്തി നമ്മുടെ നടുവിൽ
നടുവിൽ വ്യാപരിക്കട്ടെ. വചനത്തിന്റെ ശക്തി നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ. നസറായനായ യേശുവിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കാം, എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കാം, എല്ലാ നിരാശകളെയും മാറ്റിക്കളയാം, എല്ലാ ഭീതികളെയും പുറത്താക്കി കളയാം. എന്നിട്ടൊരു കാര്യം ഇന്ന് രാത്രി വിശ്വാസത്താൽ ഒരുമിച്ച് പ്രഖ്യാപിക്കാം. എൻ്റെ യേശു കർത്താവിന് സകലതും അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് സകലതും അറിയാം, എൻ്റെ കർത്താവിന് സകലതും അറിയാം. അവൻ നാളെ അറിയുന്നവൻ, നാളെ നന്നായി അറിയുന്നവൻ, അവൻ സകലത്തെയും അറിയുന്നവൻ. ഹല്ലേലൂയ. പ്രിയ പിതാവേ, പുത്രനെ ഞങ്ങൾ മഹത്വീകരിക്കുന്നു, ഞങ്ങളെ തന്നെ തൃക്കരത്തിൽ വെക്കുന്നു. ഞങ്ങളുടെ ആശങ്കകൾ മാറിപ്പോകട്ടെ, ഞങ്ങളുടെ നിരാശകൾ മാറിപ്പോകട്ടെ. അങ്ങ് സകലവും അറിയുന്നവനെന്ന ഉറപ്പ് ഇന്ന് രാത്രി വിശ്വാസത്താൽ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അങ്ങയുടെ കരത്തിൽ ഞങ്ങൾ സുരക്ഷിതരെന്ന്, ഞങ്ങളുടെ ഭാവി സുരക്ഷിതമെന്ന്, ഞങ്ങളുടെ ആയുസ് സുരക്ഷിതമെന്ന്, കർത്താവിൻ്റെ കരത്തിൽ ഞങ്ങൾ സുരക്ഷിതരെന്ന ആ വലിയ ആത്മധൈര്യം ഞങ്ങളെ ഭരിക്കട്ടെ. അത് വിശ്വാസമായി ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെടട്ടെ. കർത്താവേ, നിനക്ക് സകല മഹത്വവും അർപ്പിക്കുന്നു യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ.